നമ്മൾ പറയും ഈ കെട്ടകാലം കെട്ടകാലം കെട്ടകാലം. സത്യം നിങ്ങൾക്ക് കേൾക്കണോ? 6-ാം നൂറ്റാണ്ടിലും ഇത് ആ സാഹചര്യത്തിനനുസരിച്ച കെട്ടകാലമായിരുന്നു. ഇന്ന് ജീവനോടെ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂലിന്റെ സവിധത്തില് റസൂലുള്ളയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും കൂടെ രണ്ടുപേരും ഇരുന്നിട്ട് രണ്ടുപേരും വാവിട്ട് കരയുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഏതായിരുന്നു എന്നറിയോ? റസൂലുള്ളയോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വേദനയേറിയ ഒരു കഥ പറഞ്ഞു. ജാഹിലിയത്തിൽ നടന്ന ജാഹിലിയത്തിന്റെ ഒരു കഥ, ജഹാലത്തിന്റെ ഒരു കഥ. എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അങ്ങനെ തന്റെ ഭാര്യ, തന്റെ ഇണ ആരും അറിയാതെ, ഉമർ റളിയല്ലാഹു അൻഹു അറിയാതെ മറ്റൊരു സ്ഥലത്ത് അതിനെ വളർത്തി. അങ്ങനെ ഏകദേശം ഇത് കളിയും ചിരിയും കൊഞ്ചലും അങ്ങനല്ലേ, മുത്തുമണിയായ മോള് ആര് കണ്ടാലും ആകർഷിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, സ്നേഹം വരുത്തുന്ന രീതിയിൽ ആ പെൺകുഞ്ഞിന ആ ഒരവസ്ഥയിലെത്തിയപ്പോ ഈ ഉമ്മ കൊണ്ടുവന്ന് ബാപ്പക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ആ മകളെ കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ആ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമർ പോയി, ഒരു മരുഭൂമിയുടെ നടുവിലേക്ക് പോയി. എന്നിട്ട് ആ മരുഭൂമിയിൽ ആ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ കൈക്കോട്ട് കൊണ്ട് ഇങ്ങനെ മണലിങ്ങനെ വാരി വാരി കുഴിയെടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ദേഹത്ത്, ശരീരത്തിൽ വീഴുന്ന മണൽത്തരികൾ ഓരോന്നും സ്നേഹത്തോടെ ഓരോ തരികളും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ കൊടുക്കുക, മോളിങ്ങനെ കൊടുക്കുക, സന്തോഷത്തോടു കൂടി. പക്ഷേ തനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചത് അപമാനമാണെന്ന് ചിന്തിക്കുന്ന ആ കാലഘട്ടത്തിലെ ക്രൂരനായ ഉമർ, പ്രിയപ്പെട്ടവരെ, ആ പെൺകുഞ്ഞിനെ ജീവനോടെ ആ കുഴിയിലേക്ക് അങ്ങ് നിർത്തി. അപ്പോഴും ഈ കുഞ്ഞ് വിചാരിച്ചു എന്റെ വാപ്പനെ കളിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ മക്കളെ നമ്മളിങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി നിർത്തല്, അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി നിർത്തുകയാണെന്ന് വിചാരിച്ച് ഈ മണലിങ്ങനെ ഇട്ടിട്ടിട്ട് കഴുത്തോളം എത്തിയപ്പോഴും ഈ കുഞ്ഞ് പുഞ്ചിരിക്കുകയാണ്. ഈ പിതാവിനോട്, പ്രിയപ്പെട്ട പിതാവിനോട് ബാപ്പ കളിപ്പിക്കല്ലേ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ ജീവനോടെ മൂടി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ തന്റെ പ്രവാചകനോട് ഈ സംഭവം പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് പ്രിയപ്പെട്ട റസൂലുള്ളയും അതേസമയം ഉമറും പൊട്ടിക്കരഞ്ഞ നിമിഷമായിരുന്നു. അങ്ങനത്തെ ഒരു ജഹാലത്ത് പണ്ടോ? ഇല്ല. അപ്പം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനിവാര്യമായ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെതായ രീതിയിൽ ജഹാലത്തുകളും അരാജകത്വങ്ങളും നിറഞ്ഞു നിൽക്കും. നമ്മൾ കാലത്തെ പഴിക്കരുത്, കാരണം നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കുറ്റം പറയരുത്, കാരണം കാലം ഞാനാകുന്നു, അമ്മ പറഞ്ഞതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ കാലഘട്ടത്തിലും എന്തുണ്ട്? ആ കാലഘട്ടത്തിനനുസരിച്ച അരാജകത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ നാം നമ്മുടെ ഈമാനിനെ കുറിച്ച് വേവലാതിപ്പെടുകയും ചിന്തിക്കുകയും ആ ഈമാനിനെ കുറിച്ച് പരിശോധനകൾ നടത്തുകയും ചെയ്യണം. ഇത് നമുക്ക് റബ്ബ് നൽകുന്ന ഒരു പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.